നമസ്കാരം. ദക്ഷിണ കാലിഫോർണിയയിൽ പടർന്നു പിടിച്ച വൻ കാട്ടുതീ അമേരിക്കക്കാരുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. കാലിഫോർണിയയിലെ പസഫിക് പാലിസേഡ്സിൽ 30,000-ലധികം പേരെ ഒഴിപ്പിച്ചു. മാലിബു, കലാബസാസ് എന്നിവിടങ്ങളിലേക്ക് വരെ അടിയന്തര ഒഴിപ്പിക്കൽ മുന്നറിയിപ്പുകൾ നൽകി. അതിനിടെ ലോസ് ഏഞ്ചൽസിലെ വസതിയിൽ കുടുങ്ങിക്കിടക്കുന്ന 2 പുരുഷന്മാരുടെയും അവരുടെ നായയുടെയും ദയനീയ സ്ഥിതി വെളിവാക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇവരുടെ വസതിക്ക് ചുറ്റും കാട്ടുതീ പടർന്നിരിക്കുകയാണ്. ഒരു ഹോളിവുഡ് ദുരന്ത സിനിമ കാണും പോലെയാണ് ഈ വീഡിയോ കണ്ടാൽ തോന്നുക. ഒരുപക്ഷെ അതിനേക്കാൾ ഭീകരം. വീടിനുള്ളിൽ നിന്ന് ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ കെട്ടിടത്തിന് ചുറ്റും വരെ ഉയരത്തിൽ തീ ആളുന്നത് കാണാം. വീഡിയോയിൽ കാണുന്ന ആൾ നായയോട് നിനക്ക് കുഴപ്പമൊന്നും വരില്ല എന്ന ആത്മവിശ്വാസം പകരുന്നതും കാണാം. കൂടെയുള്ള ആളോട് ജനാലകൾക്കടുത്തു നിന്ന് മാറി നിൽക്കാനും അവ തകർന്നു വീണേക്കാമെന്നും ഇയാൾ നിർദ്ദേശിക്കുന്നു. പസഫിക് പാലിസെഡ്സിൽ നിന്ന് ആരംഭിച്ച കാട്ടുതീ ലോസ് ഏഞ്ചൽസിൽ പടരുകയാണ്. ഏകദേശം 2,900-ഓളം ഏക്കറിലാണ് കാട്ടുതീ പടർന്നു പിടിച്ചത്. ബുൾഡോസറുകൾ എത്തിച്ച് വാഹനങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട്. 10 ഏക്കറിലായി പടർന്ന കാട്ടുതീ പിന്നീട് 2,900 ഏക്കറിലേക്ക് വ്യാപിക്കുകയായിരുന്നു. അതിവേഗം കാട്ടുതീ പടരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈറ്റൻ കാന്യോണിലെ അൾട്ടഡേനയിലും കാട്ടുതീ പടരുന്നതായി വിവരമുണ്ട്. പസഫിക് പാലിസെഡ്സിലെ വീടുകൾ കാട്ടുതീയിൽ തകർന്നിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജെയിംസ് വുഡ് അടക്കം ഹോളിവുഡ് സിനിമാ താരങ്ങളുടെയും റിയാലിറ്റി TV താരം സ്പെൻസർ പ്രാറ്റ്, സ്റ്റാർ വാർസ് നടൻ മാർക്ക് ഹാമിൽ തുടങ്ങിയ നിരവധി പ്രശസ്തരെയും കാട്ടുതീ ബാധിച്ചു. പലരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി. പ്രദേശവാസികൾ കാൽനടയെ പലായനം ചെയ്യുന്നതിനിടെ തെരുവുകളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട ആഡംബര കാറുകൾ നീക്കം ചെയ്യുന്നതിനും രക്ഷാപ്രവർത്തകർക്ക് കുന്നുകളിലേക്ക് പ്രവേശിക്കുന്നതിനുമുള്ള വഴി വൃത്തിയാക്കുന്നതിനും ബുൾഡോസറുകളെ നിയോഗിച്ചിട്ടുണ്ട്. ടെസ്ലകൾ, BMW, പോർഷെ, മെഴ്സിഡസ് തുടങ്ങിയ കാറുകൾ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ബുൾഡോസറുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്തു. കാട്ടുതീ ലോസ് ഏഞ്ചൽസിലെ വിമാന സർവീസുകളെയും ബാധിച്ചു.